അയ്യേ നീ എന്തൊരു ആർട്ടിസ്റ്റാടാ, നീയൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ ഒരുപാട് പേര് കളിയാക്കി ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നിർത്തി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാലോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 പേരുടെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. വിൻസെന്റ് വാൻ ഗോഗ് ലോകപ്രസിദ്ധനായ ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകൾ അൺകൺവെൻഷണൽ ആണ്, ടു ഇമോഷണൽ ആണെന്നൊക്കെ പറഞ്ഞ് ഗാലറീസ് നിരന്തരം റിജക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം, വാൻ ഗോഗും അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളും ആർട്ട് വേൾഡിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ക്ലോഡ് മോണെ. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകൾക്ക് വൃത്തിയില്ല, അത് ഫിനിഷ് ചെയ്തതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരുപാട് പെയിന്റിങ്ങുകൾ അക്കാലത്ത് ഗാലറീസ് നിരന്തരം റിജക്ട് ചെയ്തു. പക്ഷെ പിൽക്കാലത്ത് ആർട്ട് വേൾഡിനെ പിടിച്ചു കുലുക്കിയ ഇംപ്രഷനിസം എന്നുള്ള പെയിന്റിംഗ് ശൈലി കൊണ്ട് അദ്ദേഹം ലോകപ്രസിദ്ധനായി മാറി. മൂന്നാമത്തെ എക്സാമ്പിൾ പാബ്ലോ പിക്കാസോ. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകൾ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, അത് ഒരുപാട് അബ്സ്ട്രാക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിജക്ഷൻസ് നേരിട്ടിട്ടുണ്ട്. പക്ഷെ പിക്കാസോ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു. പിന്നീട് ക്യൂബിസം എന്നുള്ള തനതായ ഒരു ചിത്രകലാ ശൈലി അദ്ദേഹം രൂപാന്തരപ്പെടുത്തി. പറഞ്ഞു വന്നത് റിജക്ഷൻ എന്ന് പറയുന്ന കാര്യം, ഒഴിവാക്കലുകളും കളിയാക്കലുകളും ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ യാത്രയെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല. ജീവിതത്തിൽ നെഗറ്റിവിറ്റീസ് ഒരുപാട് വന്ന സമയത്തും അവരാരും ഒരിക്കലും അവർ പെയിന്റിങ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരുന്നില്ല. ഇനി നിങ്ങൾ പറ, കളിയാക്കലുകൾ നേരിടുന്ന സമയത്ത്, മറ്റുള്ളവര് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുന്ന സമയത്ത്, പരിഹസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം നിർത്തണോ?